മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിൽ ഒട്ടേറെ വിവാദങ്ങളും ദുരൂഹതകളുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിക്കെതിരായ ആരോപണം ക്രൈംബ്രാഞ്ചിന്റെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യുന്നതാണ്. പരാതിക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം ഡിവൈഎസ്പി YR റസ്റ്റം നിഷേധിച്ചെങ്കിലും അദ്ദേഹം സംശയനിഴലിലാണ്. മോൻസണുമായി നടന്നത് ഹവാല ഇടപാടെന്ന് തെളിയിക്കാൻ പരാതിക്കാർ ഡിവൈഎസ്പിയെ വെല്ലുവിളിച്ചു. ഇപ്പോൾ നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ താൽപര്യപ്രകാരമുള്ള നടപടികളാണെന്നും ഇവർ ആരോപിക്കുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പുരാവസ്തു കേസ് സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണം വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇടപാടിൽ പരാതിക്കാരും മോൻസണും തമ്മിൽ ഹവാല പണമിടപാടാണ് നടന്നതെന്ന ഡിവൈഎസ്പി YR റസ്റ്റത്തിന്റെ നിലപാടിനെയും പരാതിക്കാരായ ഷമീറും ഷാനിയും ചോദ്യം ചെയ്യുന്നു. മോൻസണുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന് ബാങ്ക് രേഖയുണ്ടെന്നും ഹവാല ഇടപാട് നടന്നെങ്കിൽ ED അന്വേഷിക്കട്ടെയെന്നും പരാതിക്കാർ പറഞ്ഞു. ഡിവൈഎസ്പി തങ്ങളിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ അടക്കം എല്ലാ വിവരവും EDക്ക് കൈമാറുമെന്നും പരാതിക്കാർ വ്യക്തമാക്കി. ഇത്രയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൻസണുമായി ബന്ധപ്പെട്ട കേസിലെ അട്ടിമറികൾ നമ്മൾ പറയുമ്പോൾ കൂടുതലായിട്ട് അത് മോൻസണിന് ഗുണം ചെയ്യുന്ന ഒരു വിഷയം ഇതിലുണ്ട്. ഗൗരവപരമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വാർത്താ മാധ്യമങ്ങളിലോ മറ്റോ കൊടുക്കുകയോ ഒന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാരിനെയും ഞങ്ങളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഡിവൈഎസ്പി നടത്തുന്ന ഇതിലെ കാര്യങ്ങൾ വിശദമായി ഞാൻ പരാതി കൊടുത്തു. കഴിഞ്ഞ ഡിസംബർ 28 കൊടുത്ത പരാതിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG ജയാനന്ദൻ സാറുടെ നേതൃത്വത്തിൽ സർക്കാർ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. മോൻസൺ മാവുങ്കലിന്റെ മകനുമായി ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇത് തെളിയിക്കാൻ ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും പുറത്തുവിട്ടിരുന്നു. ഇതും പരാതിക്കാർ തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിന് പിറകെയാണ് പരാതിക്കാർക്കെതിരെ ഡിവൈഎസ്പി റസ്റ്റം രംഗത്ത് വന്നത്. മോൻസണുമായി പരാതിക്കാർ നടത്തിയത് ഹവാല ഇടപാടാണെന്നായിരുന്നു ആരോപണം. അന്വേഷണ സംഘം തങ്ങൾക്കെതിരെ തിരിഞ്ഞതോടെ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയെ സമീപിക്കാനിരിക്കുകയാണ് പരാതിക്കാർ. ഹവാല ഇടപാട് ആരോപണം കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ EDയും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.